ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ധോണി തിരികെ CSKയുടെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നു. ക്യാപ്റ്റനായ ഋതുരാജ് ഗെയ്ക്വാദിന് കൈമുട്ടിന് പരിക്കേറ്റതോടെയാണ് ധോണി തിരികെ നായകസ്ഥാനത്തേക്ക് എത്തുന്നത്. CSKയ്ക്ക് 5 തവണ IPL കിരീടം സമ്മാനിച്ച ക്യാപ്റ്റനാണ് ധോണി. ഈ സീസണിൽ ആദ്യ മത്സരത്തിലെ വിജയത്തിന് ശേഷം തുടർച്ചയായി 4 മത്സരങ്ങൾ പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ധോണിയുടെ തിരിച്ചുവരവ്. ക്യാപ്റ്റൻസിയുടെ കാര്യം പറഞ്ഞ ധോണി തിരികെ നായകസ്ഥാനത്തേക്ക് എത്തുന്നത് CSKയ്ക്ക് ഒരു ബൂസ്റ്റ് ആണ്. കാരണം ഗെയ്ക്വാദിനേക്കാൾ എന്തുകൊണ്ടും എക്സ്പീരിയൻസ് ആയാലും ആ ഒരു ഗെയിം അവയർനെസ് ആയാലും ആ ഒരു ക്യാപ്റ്റൻസി റെക്കോർഡായാലും എല്ലാം ധോണിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും ഗെയ്ക്വാദിനേക്കാൾ മികച്ച രീതിയിൽ കളി നിയന്ത്രിക്കാൻ ധോണിക്കാവും. എന്നാൽ ബാറ്റിംഗിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇത് CSKയ്ക്ക് കനത്ത തിരിച്ചടിയാണ്. കാരണം ഈ സീസണിൽ വലിയ പെർഫോമൻസുകളൊന്നും ഉണ്ടായില്ലെങ്കിലും അവരുടെ ബെസ്റ്റ് ബാറ്ററാണ് ഗെയ്ക്വാദ്. മുംബൈക്കെതിരെ ചെപ്പോക്കിൽ നടന്ന ആദ്യത്തെ മത്സരം നോക്കിയാൽ ഗെയ്ക്വാദിന്റെ ഒരു ക്വിക്ക് ഫയർ 50 നമ്മുടെ ചെന്നൈയെ വിജയത്തോട് അടുപ്പിച്ചത്. ഇപ്പോൾ രചിൻ രവീന്ദ്ര ആ മത്സരത്തിൽ 50 അടിച്ചിരുന്നെങ്കിലും ആ ഗെയ്ക്വാദിന്റെ ആ ഒരു ഇന്നിംഗ്സിന്റെ ഇമ്പാക്ട്, ആ ഒരു 22 ബോൾ 50 കളി പവർ പ്ലേയിൽ തന്നെ ഏറെക്കുറെ മുംബൈയുടെ കയ്യിൽ നിന്ന് വഴുതി പോകാൻ കാരണമായിരുന്നു. അപ്പോൾ അങ്ങനെ ബാറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാൽ എന്തായാലും തീർച്ചയായിട്ടും ഇത് CSKയ്ക്ക് ഒരു നഷ്ടമാണ്. എന്നാൽ ക്യാപ്റ്റൻസിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ധോണി ഉള്ളത് കൊണ്ട് അതൊരു വലിയ എഫക്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ബാറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതൊരു തീരാ നഷ്ടമാണ്. ഇനിയിപ്പോൾ ഗെയ്ക്വാദിന്റെ റീപ്ലേസ്മെന്റ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചുപേരെ നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കൺഫേം ആയിട്ടില്ല എന്നാണ് ഹെഡ് കോച്ച് സ്റ്റീഫൻ ഫ്ലെമിംഗ് പറഞ്ഞത്. അതിനി ആരാണെന്ന് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും അവരുടെ ഏറ്റവും സക്സസ്ഫുൾ ആയ 5 തവണ IPL കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റനായ ധോണിക്ക് കീഴിൽ CSKയ്ക്ക് വിജയവഴിയിൽ തിരിച്ചെത്താനാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക് ടോക്സ് വിത്ത് കിരൺ.